ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ ജനറൽ റീഡിങ് നിങ്ങൾക്കുള്ള കാർഡ് മെസ്സേജസ് എന്താ വരുന്നത് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള മെസ്സേജസ്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്, സ്റ്റാർ കാർഡ്, ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, വെരി നൈസ്. ഓക്കെ, ആൻഡ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് മെയിൻലി പറയുന്നത്, ഇവിടെ യൂണിവേഴ്സ് ഇന്ന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം നിങ്ങളോട് കോൺഫിഡൻ്റ് ആവാൻ പറയുന്നുണ്ട്, സ്ട്രോങ് ആവാൻ പറയുന്നുണ്ട്, കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് തീരുമാനം എടുക്കാൻ മടിക്കണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട് ഓൾറെഡി, ഇല്ലെങ്കിൽ ആവാനാണ് പറയുന്നത്. കാര്യങ്ങൾ ന്യായമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാം. ഓക്കെ, ഇവിടെ ഈ കിങ് ഓഫ് സോർഡ്സ് ആക്ച്വലി ഒരു ലേശം ഫ്ലെക്സിബിൾ ആണ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ വ്യക്തികളായിരിക്കും, പക്ഷെ അതിൻ്റെ ഒപ്പം കുറച്ചുകൂടി ഇമോഷൻസ് കൂടി യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. സോ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ രണ്ട് വശവും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനം എടുക്കുക എന്ന രീതിക്കാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ തന്നെ രണ്ട് വശം ഉണ്ടെങ്കിൽ രണ്ടും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാം. എൻ്റെ ഇവിടെ പക്ഷെ എടുക്കുന്ന തീരുമാനം നിങ്ങൾ കറക്റ്റ് ആയിരിക്കും, ഡോണ്ട് വറി. ഓക്കെ, നിങ്ങൾ എന്തെടുത്താലും ആ തീരുമാനം നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, വളരെ ധൈര്യം ഉണ്ട് എന്ന രീതിക്കാണ് ചിലപ്പോൾ നമ്മൾ. പക്ഷേ സംസാരങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ വാളിൻ്റെ എനർജി കയ്യിലുണ്ടല്ലേ. സോ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലായിപ്പോവും. സോ അതൊന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതൊന്ന് ലേശം അവിടെ ഒരു ഇമോഷണൽ എലമെൻറ്റ് കൊണ്ടുവരിക. അതായത് പറയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് കേൾക്കുന്നത് എങ്ങനെയാണ് അതൊന്ന് ചിന്തിച്ച് നിങ്ങൾ സംസാരിക്കുക. വാക്കുകളെ ഒരല്പം കൺട്രോൾ ചെയ്യുക എന്ന രീതിക്കാണ്. പക്ഷെ പറയേണ്ടത് പറയും വേണം. ഓക്കെ, നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയണം. വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജി കൂടിയാണ് ഇത് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഐ തിങ്ക് വളരെയധികം ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഐ തിങ്ക് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും പറ്റും. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പവറിൽ നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആവാനാണ് പറയുന്നത്. സിറ്റുവേഷൻസ് ഒക്കെ വരും, പ്രശ്നങ്ങളൊക്കെ വരും, ബട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഡോണ്ട് വറി. ഓക്കെ, ഒരിക്കലും നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന ഒരു ധൈര്യത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ സ്റ്റാർ ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ. സോ സ്റ്റാർ പറയുമ്പോഴും നിങ്ങളോട് പറയുന്നത് പ്രതീക്ഷ വയ്ക്കൂ, ഹോപ്പ് വയ്ക്കൂ, സിറ്റുവേഷൻസ് ചേഞ്ച് ആവും എന്ന രീതിയിലാണ്. ഇവിടെ മേ ബി നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ ഐ തിങ്ക് ഇവിടെ കുറച്ച് നമ്മളിവിടെ സ്റ്റോം എന്ന രീതിക്കൊക്കെ പറയും. ഓക്കെ, പക്ഷേ അത് നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളതിനെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിറ്റുവേഷൻ ഓവർകം ചെയ്യുമ്പോൾ നിങ്ങളത് ശരിക്കും നിങ്ങൾ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ എന്ത് പ്രോബ്ലം വന്നാലും നമ്മളെപ്പോഴും അതിന് താങ്ക്ഫുൾ ആയിരിക്കണം എന്ന് പറയും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ ഇവിടെ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയില്ല, ഒരുപാട് കല്ലായി പോകരുത്. ഓക്കെ, ഒരല്പം ഇമോഷൻസ് കൂടി എപ്പോഴും നമ്മുടെ ഉള്ളിൽ വെക്കണം എന്നാണ് പറയുന്നത്. ഓവർ ആവാൻ പാടില്ല, ബട്ട് യെസ് വേണം. ഒരല്പമെങ്കിലും ഇമോഷണലി കൂടി നമ്മൾ കാര്യങ്ങൾ ആ ഒരു എലമെൻറ്റ് പൂർണ്ണമായിട്ട് വിട്ടുകളയരുത്. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാർ ഉണ്ട്. സോ യെസ്, നിങ്ങളോട് പറയുന്ന പ്രതീക്ഷ വയ്ക്കാം. സിറ്റുവേഷൻ എല്ലാം മാറി വരും. നിങ്ങൾ സ്ട്രോങ് ആവും തോറും നിങ്ങൾക്ക് കാര്യങ്ങളിൽ വളരെയധികം നിങ്ങൾ ഹീലിംഗ് വരും എന്നിരിക്കുവാണ്. സോ നിങ്ങളെ എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ മാറി വരുന്നു. ഹീലിംഗ് ഉണ്ട്, പ്രതീക്ഷ വയ്ക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹങ്ങൾ പോലെ നടക്കും എന്നിരിക്കുവാണ്, വിഷസ് നടക്കുന്ന രീതിക്കാണ്. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ, ശരിക്കും നിങ്ങൾക്കൊരു ഡ്രീം കം ട്രൂ എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതിനുള്ള ഒരു സമയമാണ്. ഓക്കെ, ചില സിറ്റുവേഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെയും ഹീൽ ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെയുണ്ട്. നിങ്ങൾ ഹീലായി വരുമ്പോൾ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൂടി അതൊരു വഴികാട്ടി ആവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നമ്മുടെ നോർത്ത് സ്റ്റാർ എന്ന് പറയില്ലേ, നമ്മുടെ ജീസസിൻ്റെ സ്റ്റാർ എന്ന് പറയില്ലേ, ആ രീതിയിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി വഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആ സ്ട്രെങ്ത് കൊണ്ട്. ഓക്കെ, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ മറികടന്നത് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനും സാധിക്കും. ഓക്കെ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സീരിയസ്, നിങ്ങൾക്ക് സമയങ്ങൾ മാറി വരുന്നു, ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുന്നു എന്നാണ്. അതിന് ഒപ്പം നിങ്ങളും സ്ട്രോങ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളും പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്. ആ പ്രശ്നങ്ങൾ നിങ്ങളെ സ്ട്രോങ് ആക്കിക്കൊണ്ട് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനനുസരിച്ച് സമയം മാറിക്കൊണ്ടുവരിക്കും. നിങ്ങൾക്ക് നല്ല ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ട് ഇവിടെ ഒരു സമയത്തിൻ്റെ ചേഞ്ച് കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണമാണോ ദോഷമാണോ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇത് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു പറയില്ലേ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ യെസ് നല്ലത് വരും. ഓക്കെ, നല്ലത് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ്. പക്ഷെ അപ്പോഴേക്കും എന്താണ്, നിങ്ങൾ ഈ സ്ട്രോങ് ആയിക്കഴിഞ്ഞു അല്ലേ, നിങ്ങൾ ഈ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് നേടിയിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഇനിയും മുന്നോട്ട് മറികടക്കാൻ എല്ലാം ഒരു ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ യെസ് നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ ചില കർമ്മകൾ നിങ്ങൾക്ക് തീർന്നു വരേണ്ട സമയമാണെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില കർമ്മ തീരുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ അഗൈൻ നിങ്ങൾക്ക് എന്ത് വേണോ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. അഗൈൻ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കാം, ഫൈനാൻഷ്യലി കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്ന രീതിക്കാണ്. നിങ്ങളെവിടെ വളരെയധികം സ്ട്രോങ് ആവുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആ സ്ട്രോങ് എനർജി ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും മുന്നോട്ടും. ഓക്കെ, സോ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾ സ്ട്രെങ്ത്ത് വെക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിൽ നിൽക്കേണ്ട സമയമാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആവാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്രാക്ടിക്കൽ സൈഡ് കൂടുതൽ വരിക, പക്ഷേ അതിൻ്റെ ഒപ്പം കുറച്ച് ഇമോഷൻസ് കൂടി വെക്കൂ എന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടി വരും. ആക്ഷൻ എടുക്കണമെങ്കിൽ ഓക്കെ, ആക്ഷൻ്റെ കാര്യം യെസ്, ആക്ഷൻ എടുക്കാൻ കൂടി ഇവിടെ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ പറയുക. സോ നിങ്ങൾ എന്തും ഒരു തീരുമാനം എടുത്ത് ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക ഇന്നത്തെ ദിവസം. ഓക്കെ, അതാണ് ഇന്നത്തെ മെയിൻ മെസ്സേജ്. And other actions will bring good result, don't worry. Okay. Suppression, okay. Thunderbolt, the Fool, Rebirth and Breakthrough. Okay. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ഇതുവരെ ഒരു സപ്രസ്ഡ് ഇതിൽ ജീവിച്ച ആൾക്കാരായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കിങ് ഓഫ് സോർഡ്സ് എനർജി പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ ഇത് നിങ്ങളെ കൺട്രോൾ ചെയ്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ നിങ്ങളെ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ സപ്രസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അങ്ങനെ ഒരു ഇങ്ങനെ അടിച്ചമർത്തിയിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണ്. ഓക്കെ, അതിനുള്ള സ്ട്രെങ്ത് ആയിരിക്കാം ഇവിടെ ഈ പറയുന്നത്, നിങ്ങളോട് പറയുന്ന കിങ് ഓഫ് സോർഡ്സ് എനർജിയിലേക്ക് വരാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളെ അങ്ങനെ അടിച്ചമർത്തുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളെ ഒരു പിടിച്ച് താഴ്ത്തി കെട്ടിയിരിക്കുന്ന ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വ്യക്തികൾ, അതിൽ നിന്നൊക്കെ നിങ്ങളോട് പുറത്ത് വരാൻ ഈ കിങ് ഓഫ് സോർഡ്സ് എനർജിയിലേക്ക് നിങ്ങളോട് വരാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ടവർ മൊമെൻറ്റ് കാണുന്നുണ്ട്, തണ്ടർബോൾട്ട് അല്ലെങ്കിൽ ടവർ കാണുന്നുണ്ട്. സോ യെസ്, ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ ഒന്ന് വേദനിപ്പിച്ച് കാണാം, വിഷമിപ്പിച്ച് കാണാം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്ന് കാണാം, ചിലത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കാണാം, എന്തെങ്കിലുമൊക്കെ അവസാനിച്ച് കാണാം. ഓക്കെ, ഒരു പെട്ടെന്ന് എന്തെങ്കിലും തകർച്ച സംഭവിച്ച് കാണാം, നിങ്ങൾ പ്രതീക്ഷിക്കാതെ വല്ലതൊക്കെ നടന്നു കാണും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി റീബർത്ത് ഉണ്ട്, ഫൂൾ ഉണ്ട്. സോ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരികയാണ്. ആക്ച്വലി ഈ ഒരു റീബർത്ത് പറയുമ്പോൾ മേ ബി ഈ സപ്രഷൻ നിങ്ങൾ പുറത്ത് വരുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, നിങ്ങൾ ആ ഇതുവരെ പെട്ട് നിന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ട പോലെ, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത വ്യക്തികളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്ന ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. റീബർത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങളുടെ തന്നെ ഇന്നർ സ്ട്രെങ്ത്, ഇവിടെ കിങ് ഓഫ് സോർഡ്സ് എനർജിയും സ്ട്രെങ്ത് കാർഡൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ധൈര്യം, കോൺഫിഡൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ പുറത്ത് വരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും ബ്രേക്ക് ത്രൂ, ഓക്കെ, നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ മൊമെൻറ്റ് വരും. ഓക്കെ അവസാനം നമ്മൾ പറയില്ല, ഒന്ന് ഫ്രീ ആയ പോലെ. ഓക്കെ, എല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ പക്ഷെ ഒരു ഫ്രീഡം കിട്ടുന്ന പോലെയാണ്. സോ അത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ഇത് ശരിക്കും നിങ്ങളെ ഫ്രീ ആക്കാൻ വേണ്ടി വന്നൊരു കാര്യം കൂടിയാണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്ട്രോങ് ആക്കാനും ബോൾഡ് ആക്കാനും നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് മാറ്റാനുള്ള ഒരു എനർജിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, നിങ്ങളതിന് പേടിക്കാതിരിക്കുക. ഓക്കെ, ധൈര്യത്തോടെ നിങ്ങൾ അതിനെ നേരിടുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. പറയാൻ വിട്ടുപോയി. സെൽഫ് ലവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് ചെയ്യുക. കുറച്ച് പേര് ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്, April 1 സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പേഴ്സണൽ റീഡിങ്സ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടിയില്ല, ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടട്ടെ. അതിന് ശേഷം ഒരു ഫ്ലോയിൽ പോകുമ്പോൾ പിന്നെ ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ട് ചിന്തിക്കാം. ഓക്കെ, സോ ഇവിടെ April 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുള്ളൂ. സോ ഇവിടെ ഇപ്പോൾ തൽക്കാലം സെൽഫ് ലവ് ക്ലാസ് അല്ലെങ്കിൽ അതിൽ ഹീൽ ചെയ്യാൻ ആഗ്രഹം ഉള്ളവർ പ്ലീസ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മെസ്സേജ് ചെയ്യൂ. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.